അതിവിശിഷ്ടവും പരിപാവനവുമായ ചില ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് ദേവഹിതം നിർബന്ധമാണ്. ചിലപ്പോൾ ലക്ഷങ്ങളിലൊരാൾക്കോ കോടികളിലൊരാൾക്കോ മാത്രമാണ് അത്തരം അവസരം സാധ്യമാവുക. പാമ്പുമേക്കാവിലെ തിരുമേനിമാർ നടത്തുന്ന നാഗപൂജ അത്തരമൊരു ചടങ്ങാണ്. ഇത്തരമൊരു ചടങ്ങിന് സാക്ഷിയാവാൻ അവസരം ലഭിച്ചു എന്നത് തന്നെ ദേവഹിതത്തിന്റെ ഒരു ഭാഗമായിരിക്കണം. കണ്ണൂർ ജില്ലയിലെ കരിങ്കൽക്കുഴിക്കടുത്തുള്ള വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ ഉത്സവം ഡിസംബർ 31 മുതൽ ജനുവരി 7 വരെയായിരുന്നു. ഉത്സവത്തിന്റെ നാളിൽ ഇവിടുത്തെ നാഗപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നാഗപൂജയും നടന്നു. ഈ വീഡിയോ ആദ്യാവസാനം സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇത്തരമൊരു ചടങ്ങ് നാം ഇതിനു മുമ്പ് കണ്ടിരിക്കാനോ ഇനി കാണാനോ സാധ്യതയില്ല. ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നാഗപൂജയ്ക്കായി വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നത് കാണാം. ധാരാളം ആളുകൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനായി ഒരുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ബാഹുല്യം കണ്ട് ഞാൻ അന്തിച്ച് അങ്ങനെ നിന്നുപോയി. വലിയ അലൂമിനിയ പാത്രത്തിലാണ് ഇതിനു വേണ്ട അരിപ്പൊടി ഒരുക്കി വെച്ചിരിക്കുന്നത്. സാധാരണ പൂജകൾക്ക് ഒരു കുടന്ന ചെക്കിപ്പൂവാണ് കാണാറുള്ളത്. എന്നാൽ ഇവിടെ 2 വട്ടിയിൽ നിറയെയാണ് ചെക്കിപ്പൂ ഒരുക്കി വെച്ചിരിക്കുന്നത്. കവുങ്ങിൻ പൂങ്കുലയും അതുപോലെ തന്നെ ഒരു വട്ടിയിൽ നിറയെയുണ്ട്. ഒരു വലിയ ഉരുളിയിലാണ് മഞ്ഞൾ ചാന്ത് തയ്യാറാക്കിയിരിക്കുന്നത്. പാമ്പുമേക്കാവ് തിരുമേനിയുടെ മകനാണ് ഇന്നത്തെ നാഗപൂജയുടെ പ്രധാന ആചാര്യൻ. അദ്ദേഹത്തിന് സഹായത്തിനായി 3-4 നമ്പൂതിരിമാർ വേറെയുമുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഇന്ന് വരാൻ തോന്നിയത് എത്രയോ നന്നായി എന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായി മനോഹരമായ ഒരു മണ്ഡപം ഇവിടെ നിർമ്മിച്ചത് കാണാം. 20 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെയായിരുന്നു മുത്തപ്പന്റെ സങ്കല്പസ്ഥാനം. ചുമര് മാത്രമുള്ള മേൽക്കൂരയില്ലാത്ത ഒരു കെട്ടിടമായിരുന്നു ഈ ആരൂഢ സ്ഥാനം. ഈ ഭൂമിയുടെ ഉടമസ്ഥന്മാർ മാറി മാറി വന്നെങ്കിലും ആർക്കും ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഭൂമി വീണ്ടെടുക്കുന്നതിനും ക്ഷേത്ര നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനുമായി മുത്തപ്പൻ തന്നെ ഒരാളെ തിരഞ്ഞെടുത്തതായിരിക്കണം. ചരിത്രാതീത കാലം മുതൽക്കു തന്നെ മനുഷ്യർ നാഗങ്ങളെ ആരാധിച്ചു പോന്നിരുന്നു. ഭയത്തിൽ കലർന്ന ഒരു ഭക്തിയാണ് നാഗാരാധനയുടെ പ്രത്യേകത. സർപ്പപ്രീതി സർവ ഐശ്വര്യങ്ങളും കൈവരുത്തുമെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ നാഗ ആരാധനാ കേന്ദ്രമാണ് പാമ്പുമേക്കാട്ട് മന. തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത വടമനയിലാണ് ഈ ഇല്ലം. ആദ്യകാലത്ത് ഇത് മേക്കാട്ട് മനയായിരുന്നു. ഇവിടെ നാഗാരാധന തുടങ്ങിയ ശേഷമാണ് പാമ്പുമേക്കാട് എന്നറിയാൻ തുടങ്ങിയത്. ഇവിടെ ഒരു കുട്ടി ജനിച്ചാൽ അതിനെ സ്വീകരിക്കാൻ നാഗങ്ങളും എത്തുമത്രേ. ഇല്ലത്ത് ഒരു മരണമുണ്ടായാൽ കൂടെ ഒരു നാഗവും മരിക്കും. ഈ മനയിലുള്ളവർക്ക് സർപ്പദംശമേറ്റാൽ വിഷബാധ ഉണ്ടാവില്ല. കടിച്ച സർപ്പത്തിൽ തന്നെയാണ് വിഷം തിരിച്ചു കയറുക. പിന്നീട് ഈ നാഗത്തെ രക്ഷിക്കേണ്ട ചുമതലയും മനയിലുള്ളവർക്ക് തന്നെയാണ്. സർപ്പസംബന്ധമായ സകല ദോഷങ്ങൾക്കും പരിഹാരമുള്ള ഒരു ഇടമാണ് പാമ്പുമേക്കാവ് മന. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ നടത്തുന്ന കർമ്മങ്ങൾക്ക് വൈശിഷ്ട്യം ഏറെയുണ്ട്. മറ്റ് ചടങ്ങുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു പൂജാ സമ്പ്രദായമാണ് നാഗാരാധനയിൽ കാണാൻ കഴിയുക. മഞ്ഞൾപ്പൊടി അർപ്പിച്ച നാഗത്തറയിൽ തെളിഞ്ഞു കത്തുന്ന നെയ്ത്തിരികളും കർപ്പൂരത്തിരികളും.
നാഗമണ്ഡപം മുഴുവനായും കുരുത്തോലച്ചമയങ്ങളാൽ അലങ്കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തൂണുകളിലെല്ലാം നാഗങ്ങൾ ഇഴഞ്ഞു കയറും പോലെയുള്ള കാഴ്ചകൾ ആരെയും ഒറ്റനോട്ടത്തിൽ ഭയപ്പെടുത്തും. കവുങ്ങിൻ പൂങ്കുലയുടെ കിരീടം ചൂടിയ നാഗരാജാവും നാഗകന്യയും. നിലവിളക്കിന്റെ ദീപ്തി കൂട്ടാനായി എരിഞ്ഞു കത്തുന്ന കർപ്പൂര ദീപങ്ങളും. കത്തി നിൽക്കുന്ന പന്തങ്ങളിലെ തീനാളങ്ങൾ നാഗസർപ്പങ്ങളുടെ വായിലെ നാവുപോലെ ഇളകിയാടിക്കൊണ്ടിരുന്നു. മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞ നിറവും ചെക്കിപ്പൂവിന്റെ ചുവപ്പും തീയുടെ സ്വർണ്ണ നിറവും എല്ലാം ചേർന്ന് കാഴ്ചയുടെ ഒരു വർണ്ണമേളം തന്നെ. കാറ്റുപോലും നിശബ്ദനായി ഈ ചടങ്ങ് സാഗൂതം നോക്കി നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. കൈമുദ്രകളും മന്ത്രോച്ചാരണവും ഈ ചടങ്ങിന്റെ ആത്മീയതയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ടായിരുന്നു. നിർമ്മലമായ ഭക്തിയോടെ ഒരു കൂട്ടം ഭക്തർ ഈ ചടങ്ങിന് സാക്ഷിയായി നിൽക്കുന്നുണ്ടായിരുന്നു. സർപ്പാകൃതിയെ അനുകരിക്കുന്ന ഒരു ചെമ്പകമരം ഇതിന് തൊട്ടടുത്തായി കാണാം. മനസ്സ് നിറയ്ക്കുന്ന ഭക്തിരസപ്രധാനമായ കാഴ്ചകളാണ് ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. പൂജയിൽ തൃപ്തരായ നാഗദേവതകൾ മണ്ഡപത്തിനു ചുറ്റും പണം വിടർത്തി ഇളകുന്നത് പോലെ ഒരു തോന്നൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.